എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്ന് നമുക്ക് വൃശ്ചികം രാശിയുടെ നവംബർ മാസത്തെ ഗുരുവിൻ്റെയും ശനിയുടെയും പകർച്ചയാണ്. ഇപ്പോൾ ഗുരു വന്നിട്ട് വളരെ ഉച്ചത്തിലേക്ക് പോയി, കർക്കിടകത്തിലേക്ക് പോയി. ശനി ഭഗവാൻ അവിടെ തന്നെയാണ്, മീനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു വീക്ഷണം കൊണ്ട്, ഇവരുടെ ആരുടത്തിലുള്ള നിൽപ്പുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് എഫക്റ്റ് ആകുന്നത്, അതിന് എന്തൊക്കെ തരത്തിൽ നമുക്കൊരു സൊല്യൂഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൂടുതൽ ബലപ്പെടുത്താം, നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ അതായത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പൊതുവെ വേദിക് അസ്ട്രോളജി പ്രകാരവും നക്ഷത്ര അസ്ട്രോളജി, അതുപോലെ DNA, ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. എന്തെന്നാൽ എപ്പോഴും നമ്മൾ ഒരു ഇത് കണ്ടുപിടിക്കാൻ, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കാൻ, ഒരാ ജാതകത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കാൻ എപ്പോഴും വേദിക് അസ്ട്രോളജി വളരെ ഹെൽപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഏകദേശം 3-4 രീതിയിലുള്ള അസ്ട്രോളജി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ദോഷങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത്, അതായത് ജാതകത്തിലെ ഉദാഹരണമായിട്ട് തിഥിശൂന്യ ദോഷങ്ങൾ, മുടക്ക് ദോഷങ്ങൾ, അതുപോലെ നാന്തി ദോഷങ്ങൾ, ഇങ്ങനെ അതുപോലെ ഗണ്ഡാന്ത ദോഷങ്ങൾ, കാശി ജാതകം, ബ്രഹ്മഹത്യാ ദോഷം, ഇങ്ങനെയുള്ള ദോഷാവസ്ഥകൾ കൂടുതൽ എളുപ്പം കണ്ടുപിടിക്കാനും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനും നമ്മുടെ വേദിക് അസ്ട്രോളജി വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പരാശര അസ്ട്രോളജിക്കും വേദിക് അസ്ട്രോളജിക്കും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പരാശര അസ്ട്രോളജി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, കാരണം കാൽക്കുലേഷൻസ് കുറവാണ്. എന്നാൽ പരാശര അസ്ട്രോളജി തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. വേദിക് അസ്ട്രോളജിയും പരാശര അസ്ട്രോളജിയും ഒക്കെ അസ്ട്രോളജിയുടെ ബേസിക് റൂട്ട് തന്നെയാണ്. പക്ഷേ പരാശര അസ്ട്രോളജിയിൽ നമ്മൾ പലതും വന്നിട്ട് ഗ്രഹങ്ങളുടെ ഒരു രാശിഘട്ടത്തിൻ്റെ സ്ഥിതി നോക്കി നമ്മൾ പറയുന്നു. തെറ്റാണെന്നല്ല പറയുന്നത്, അതിനെ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത്, ഡീപ്പായിട്ട് പഠിച്ചാലേ നമുക്ക് കൂടുതൽ കാരണം പല കോമ്പിനേഷൻസും പല തരത്തിൽ വരും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗുരു ചന്ദ്രനിലേക്ക് പോകുന്നതും ചന്ദ്രൻ ഗുരുവിലേക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾക്ക് ശരിക്കും പലപ്പോഴും നമുക്ക് അത് കറക്റ്റായിട്ട് ഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതോ ഒരു ഘട്ടത്തിൽ ഒരു 3 ഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നു. ആ ഗ്രഹങ്ങളുടെ ഡിഗ്രി ഒന്നും ആരും നോക്കാം സാധാരണഗതിയിൽ നോക്കാതെ, ഓക്കെ, കർക്കിടകത്തിൽ ഗുരു നിൽക്കുന്നു, മീനത്തിൽ ശുക്രൻ നിൽക്കുന്നു, ഉച്ചത്തിലാണ് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ഫലം കിട്ടില്ല, അല്ലേ? പക്ഷേ എന്തായാലും ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി പരാശര ജാതകത്തിലെ കൂടുതൽ ഈ പിൽക്കാലത്ത് കൂടുതൽ ഇതായിട്ട് വന്നു. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ലേറ്റസ്റ്റായിട്ട് വീണ്ടും നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൻ്റെയും അതായത് ടെക്നോളജികളുടെയൊക്കെ വരവോടുകൂടി നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലുള്ള പല കാര്യങ്ങളും നമുക്ക് തിരിച്ചെടുക്കാനും റിവൈവ് ചെയ്യാനും, അത് വന്നിട്ട് നമ്മൾക്ക് വേദിക് അസ്ട്രോളജി, DNA അസ്ട്രോളജി, ലാൽ കിതാബ്, അങ്ങനെ പലതരത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളെയും ക്രോഡീകരിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല ഒരാളുടെ കാരണം നമ്മൾ പലതരത്തിലുള്ള അതായത് വേദിക് അസ്ട്രോളജി ഉപയോഗിച്ച ഒരാളുടെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കുന്നു. അതേസമയം DNA അസ്ട്രോളജി വെച്ച് അതിൻ്റെ കാർമിക് രീതിയിലുള്ള പരിഹാരം കണ്ടെത്തുന്നു. വേദിക് അസ്ട്രോളജിയുടെ തന്നെ വേറൊരു ഭാഗം വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ പരിഹാരങ്ങൾ, അതായത് നമ്മുടെ ആചാര്യന്മാരാൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ താളിയോല ഗ്രന്ഥങ്ങൾ, അഗസ്തീശ്വരർ, അങ്ങനെയുള്ള പലരും, കോരക്കർ, അങ്ങനെയുള്ള പല സിദ്ധർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന പരാശരർ, അങ്ങനെ പല മഹർഷിമാരാൽ എഴുതപ്പെട്ട ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ പലയിടത്തും സെക്ഷനായി ഇരുന്ന് പോയി, അതൊന്നും വെളിയിൽ വരാതെ, രഹസ്യങ്ങൾ വെളിയിൽ വരാതായി പോയി. പക്ഷേ ന്യൂ ജനറേഷൻ അങ്ങനല്ല. അവരെല്ലാവർക്കും എല്ലാം ഷെയർ ചെയ്യാൻ തൽപരരാണ്. എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വളരെ വലിയ വ്യത്യാസമാണ് ആസ്ട്രോളജിയിൽ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് വന്നിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്തതോടുകൂടി കാൽക്കുലേഷൻസ് എല്ലാം ആക്യുറേറ്റായി.
മറ്റേ കാൽക്കുലേഷൻസൊക്കെ നമ്മൾ ടൈം എടുത്ത് ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ഗതികേടായിരുന്നു. ഗതികേടെന്നല്ല, അതൊരു സമയം. ഇപ്പോൾ അങ്ങനെയുള്ള സമയം ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് അല്ലേ. അതുകൊണ്ട് കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇതിലെന്താണ് പിന്നെ ഇതിൽ എന്ത് പറ്റിയെന്ന് വേറൊരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ അതായത് പിന്നെ ഒരു സോഫ്റ്റ്വെയർ വെച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, അതിന് പ്രത്യേകിച്ചൊന്നും പഠിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും ആസ്ട്രോളജി ഒരു കടൽ മാതിരിയാണ്. പഠിച്ചുകൊണ്ടേയിരിക്കണം, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. എക്സ്പീരിയൻസ് വളരെ മുഖ്യമാണ് ഈ അസ്ട്രോളജിയിൽ. അപ്പം ഇരിക്കട്ടെ, നമുക്ക് ഇനി നമ്മുടെ തംബ്നെയിലിലേക്ക് പോകാം. വൃശ്ചിക രാശി എപ്പോഴും പറയുന്ന പോലെ തന്നെ കാലപുരുഷൻ്റെ 8ാമത്തെ രാശി. ഏറ്റവും കൂടുതൽ പിന്നെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളുടെ ഒരു ഉറവിടം, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരിവാപ്പിഴയെ മാതിരി ജീവിക്കുന്ന ഒരു ഉറവിടം. അത് അവരുടെ ജീവിതം, അതാണ്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് ഭഗവാൻ അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാര്യം. അതാണ്. അതിനെപ്പറ്റി നമ്മൾ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. നമ്മൾ കൊണ്ടുവന്ന വരവാണത്. അതായത് വൃശ്ചിക രാശിക്കാർ കൊണ്ടുവന്ന വരവാണത്. എന്നാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അല്ലേ. അപ്പം അതിന് എത്രത്തോളം മാക്സിമം നമ്മൾ അതിലേക്ക് പോകാൻ പറ്റുമോ അതിന് പോവുക. അതാണ് എൻ്റെ ശരി. അപ്പം വൃശ്ചികൻ രാശിയിൽ നവംബർ മാസത്തിൽ തീർച്ചയായിട്ടും ഗുരു വന്നിട്ട് 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ഉച്ചത്തിൽ നിൽക്കുന്നു, കർക്കിടകത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാലും സുഹൃത്തുക്കൾ, അതിലെ 3 നക്ഷത്രങ്ങൾ, അതായത് വിശാഖം, അനിഴം, കേട്ട, ഈ 3 നക്ഷത്രങ്ങൾ എങ്ങനെയാണ്, ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതെങ്ങനെയാണ് ഈ ഗുരുവിനോട് പ്രതികരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഗുരു വന്നിട്ട് പിന്നെ പുണർന്ന നക്ഷത്രത്തിലാണ്. ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ തന്നെ ഇപ്പം നിൽക്കുക, പുണർത്തി ഉച്ചത്തിൽ നിൽക്കുക സംഭവിക്കുന്നു. ഓക്കെ, വിശാഖവും ഗുരുവിൻ്റെ നക്ഷത്രമാണ്. പക്ഷേ എന്താ 19ാമത്തെ നക്ഷത്രം, അതായത് വിശാഖത്തിൽ നിന്ന് പുണർദം വരെ 19ാമത്തെ നക്ഷത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമ്മൾ ജന്മധാര എന്ന് പറയും. നക്ഷത്ര അസ്ട്രോളജി പ്രകാരം ജന്മധാര എന്ന് പറയും. ജന്മധാരയിൽ നമുക്ക് മാനസികമായുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാക്കും. ഇത് മനസ്സിലായില്ലേ? കാര്യങ്ങളൊക്കെ ശരിയാകുമെങ്കിലും മനസ്സ് ഭയങ്കര ടെൻഷനാകും. അതാണ് ജന്മധാരയുടെ ഒരു കുഴപ്പം. അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ ആത്മീയ ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ നക്ഷത്രത്തിൽ പോയി പരിഹാരം ചെയ്യാൻ പറയും. എന്തിനാ ഈ നക്ഷത്രത്തിൽ പോയി പരിഹാരം ചെയ്യാൻ പറയുന്നത്? ആ നക്ഷത്രത്തിന്, നമ്മുടെ ജന്മനക്ഷത്രത്തിന് നമ്മളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പം അത് മാത്രമല്ല, ആ സമയത്ത് ചന്ദ്രൻ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നതാണല്ലോ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അനിഴ നക്ഷത്രം ആണെങ്കിൽ ശനി ഭഗവാനിൽ വന്നിട്ട് അനിഴത്തിൽ വന്ന് ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജാതകം, അതായത് നമ്മുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് അല്ലേ, പക്ക പിറന്നാളെന്നൊക്കെ പറയുക, അല്ലെങ്കിൽ പിറന്നാളെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കാര്യം. ചന്ദ്രൻ്റെ പറഞ്ഞ മനസ്സാണ്. ആ സമയത്ത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ കുറയും. പൊതുവെ അന്നത്തെ ദിവസം, അതായത് ഇപ്പം അതാണ് നക്ഷത്രത്തിൻ്റെ ദിവസം, അവരവർക്ക് കുറച്ച് മാനസികമായി ടെൻഷൻ കൂടുന്നതാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ജന്മധാര എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്നതാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ പുണർന്നം 19ലും, പിന്നെ ശനി ഭഗവാൻ പൂരുട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെ 7ാം ഭാവത്തിലും വരും, 10ാം ഭാവത്തിലും വരും. അതും വന്നിട്ട് ജന്മധാരയിലാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, വിശാഖ നക്ഷത്രത്തിന് പൊതുവേ വന്നിട്ടൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിലും അത് മനസ്സിനെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് നടക്കുന്ന മാതിരിയാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഈ പറയുന്നത് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ജാതകത്തിൻ്റെ വെറും 10% മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഗോചരാവസ്ഥയിലുള്ള ഗ്രഹാവസ്ഥ. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജന്മാരൂഢത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി, ഗ്രഹങ്ങളുടെ ബലം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദശാബുദ്ധി, ഈ സമയത്ത് എന്ത് ദശയാണ്, ആ ദശാബുദ്ധിയാണ് നമ്മുടെ കാലങ്ങളെ നിശ്ചയിക്കുന്നത്. ഏത് സമയത്ത് എന്ത് കിട്ടണം എന്നുള്ളത് ആര് ചോദിക്കുന്നത്? ദശാബുദ്ധി വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ജന്മാരൂഢത്തിലുള്ള ഗ്രഹങ്ങൾ നമ്മൾ എന്ത് കൊണ്ടുവന്നു എന്നുള്ളത് കാണിക്കും. ദശാബുദ്ധി എന്ന് പറയുന്നത് ഏത് സമയത്ത് നമുക്ക് കിട്ടുമെന്ന് കാണിക്കും, അല്ലെങ്കിൽ നടക്കുമെന്ന് ചോദിക്കും. പിന്നെ ഇപ്പോൾ അവിടെ ഗോചരത്തിന് എന്താണോ കാരണം, ഗോചരമാണ് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യം ഈ സമയത്ത് നടത്തുമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗോചരം ഇത് 3ഉം കൂടെ ഒരു സന്തുലിതാവസ്ഥയിൽ വന്നാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കുകയുള്ളൂ.
അപ്പം ഇത് മൂന്നും വേണം. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പിന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിയോ അല്ലെങ്കിൽ ദശാബുദ്ധിയോ ഒക്കെ കണക്കാക്കുന്നത് വളരെ കുറവാണ്. എല്ലാവർക്കും ഇപ്പോഴത്തെ ടൈം അറിയണം, എന്ത് ഗോചരം അറിയണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരായല്ലോ. ആ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അംബാനിക്ക് നടക്കുന്ന പോലെ വേറൊരാൾക്ക്, ഒരു സാധാരണക്കാരൻ നടക്കണമെന്ന് വെച്ചാൽ ഒരേ കാര്യം അങ്ങനെ നടക്കുമോ? നടക്കാത്തതിന് കാരണം അദ്ദേഹം അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പിന്നെ ഗ്രഹാവസ്ഥ വേറെയാണ്, അവരവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വരം വേറെയാണ്, അവരുടെ ദശാബുദ്ധി വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നടക്കത്തില്ല. കാരണം ഇതാണ്. അപ്പം അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് വെറും നമ്മൾ ഇതിനെ മാത്രം കണക്കാക്കിക്കൊണ്ട്, ഗോചരാവസ്ഥയെ മാത്രം കണക്കാക്കിക്കൊണ്ട് എടുക്കാൻ പാടില്ല. എന്നാലും ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി നമുക്ക് വൃശ്ചിക രാശിക്ക് വളരെ പ്രയോജനമായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കുറച്ച് പോസിറ്റീവായിട്ട് തന്നെ നടക്കും. അതിപ്പോൾ ബുധനെ സംബന്ധിച്ചോളം എല്ലാം വന്നിട്ട് പിന്നെ പരമമൈത്രധാര, അതായത് ഏറ്റവും 18ാമത്തെ നക്ഷത്രമാണ് പുണർദം, പൂരിട്ടാതിയാണ് 9ാമത്തെ നക്ഷത്രമാണ്. തീർച്ചയായിട്ടും പരമമൈത്രധാരയിലാണ്. അതുകൊണ്ട് വിശാഖത്തിനെക്കാട്ടി കുറച്ചുകൂടെ ടെൻഷൻ കുറഞ്ഞ ഒരവസ്ഥയായിരിക്കും അനിഴം നക്ഷത്രത്തിന്. അതുപോലെ തന്നെ കേട്ട നക്ഷത്രത്തിന് മൈത്രധാരയിലാണ്, അതും കുറച്ച് ബെറ്ററായിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെയാണ് ഈ 3 നക്ഷത്രത്തിൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജനറലായിട്ടുള്ള പരിഹാരങ്ങൾ ഞാനിതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പം അത് വന്നിട്ട് വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. പരിഹാരം ചെയ്യാൻ എന്താ നല്ലത്? സൂര്യനും ഗുരുവും ചൊവ്വായും 3ൻ്റെയും ധാന്യങ്ങൾ, സമിത്തുക്കൾ എടുക്കുക. ആ സമിത്തുക്കൾ അത് വേണ്ടിയവർ ദാനം ചെയ്യുക. അത് എങ്ങനെ വേണം ദാനം ചെയ്യാം? നിങ്ങൾക്ക് വേവിക്കുകയോ, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ചൊവ്വ എന്ന് പറയുമ്പോൾ പരിപ്പാണ്, ഗുരു എന്ന് പറയുമ്പോൾ നെയ്യാണ്, സൂര്യൻ എന്ന് പറയുമ്പോൾ ഗോതമ്പാണ്. നിങ്ങൾക്കിത് 3ഉം കൂടെ ഉണ്ടാക്കി ഒരു പലഹാരം ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അത് വന്നിട്ട് നമുക്ക് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അതിന് അതായത് ഏത് സാധനവും അർഹിക്കുന്നവർക്ക് മാത്രമേ ദാനം ചെയ്യാവൂ. ഞാൻ അതിനെ കൊണ്ടാണ് കൂടുതൽ യോജിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ഉള്ളവന് വീണ്ടും വിളിച്ച് ആഹാരം കൊടുത്തതിനകത്ത് ആഹാരത്തിനോട് അവർ വലിയ പ്രതിപത്തിയൊന്നും കാണത്തില്ല. ഒരു അത്ര വലിയ തന്നു കഴിച്ചു അത്രയേ ഉള്ളൂ. പക്ഷേ ആഹാരം ഇല്ലാത്തവനത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മനഃപൂർവ്വമായിട്ടുള്ളൊരു ഗ്രീറ്റിങ്സ് നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ആവശ്യം, അതാണ് ദൈവത്തിന് ആവശ്യം. ദൈവം എന്ന് പറയുന്നത് അത് തന്നെയാണെന്ന്. നമ്മളെല്ലാം ലോകത്തിൽ നിന്ന് കഴിക്കുന്ന ഒരേ ആത്മാവിൻ്റെ വിവിധമായിട്ടുള്ള ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരും വന്നിട്ട് വലിയ ആളുമില്ല, ചെറിയ ആളുമില്ല, എല്ലാം ഒരേ ആത്മാവിൽ നിന്ന് വന്നതാണ്. പരമാത്മാവിൻ്റെ ഘടകങ്ങൾ മാത്രമാണ് ജീവാത്മാക്കൾ. അവരിവിടെ വന്നു, ഏതോ ഒരു ഉടുപ്പെടുത്തിട്ടു, ആ ഉടുപ്പിനനുസരിച്ച് നടക്കുന്നു. അദ്ദേഹം പറയുന്ന ഡ്രാമ എല്ലാം ഇവിടെ നടിക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഉടുപ്പ് അഴിച്ചിട്ടിട്ട് നമ്മുടെ പാട്ടിന് പോകുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഭൂമിയിൽ കാണിക്കുന്ന ഒരു കോപ്രായങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നമുക്ക് സമ്പാദിച്ച് വെച്ചിട്ട് നമ്മുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത ജനറേഷന് കൊടുക്കാം എന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ വെറും വേസ്റ്റാണ്. നിങ്ങൾക്കറിയാവോ, കൂടുതൽ നിങ്ങൾ പിന്നെ പല ആചാര്യന്മാരുടെയും പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതായത് നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് പ്രയോജനമായിട്ടിരിക്കും. അല്ലാതെ അന്യൻ്റെ മുതലെടുത്ത് വെച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുന്നവരൊക്കെ അവരൊക്കെ തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അടുത്ത ജന്മം ഒന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത ജന്മങ്ങളിൽ വരുമ്പം അവർ ഈ സമ്പാദിച്ച വസ്തുവിന് അവർ തന്നെ കപ്പം കെട്ടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരതിന് ഓപ്പോസിറ്റുള്ള ഇത് വാങ്ങിക്കുന്ന ആ സൈഡിലേക്ക് ഉള്ള അവരുടെ ജീവിതം മാറും. ഒരു പക്ഷേ അവിടെ ആയിരിക്കും ജനിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇൻട്രസ്റ്റ് കെട്ടേണ്ട പണി ആർക്കായിരിക്കും? ഈ അതേ ആളിന് തന്നെയാണ് വരുന്നത്. അതായത് അനാവശ്യമായിട്ടുണ്ടാക്കിയ പൈസ ഇത് തിരിച്ച് അതിൻ്റെ ഫലം, അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്നത് അതേ ജീവൻ തന്നെ ആയിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ, ഈ ജന്മം അല്ലെങ്കിൽ വേറൊരു ജന്മം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും സബ്ജക്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വിശാഖ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അതിൻ്റെ DNA, നമ്മുടെ ദോഷാവസ്ഥകൾ പിന്നെ വെച്ചിരിക്കുന്നത് സൂര്യനിലാണ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങളെയും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾ ദാനം ചെയ്യാം. അല്ലെങ്കിൽ ഈ 3 ഗ്രഹങ്ങളെയും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾ ദേവതകളെ കാണാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ വേറൊരു ദേവതയുടെ കാര്യം പറയുകയാണ്, സർപ്പദൈവങ്ങളെ നമ്മൾ എടുക്കുമ്പം ഉദാഹരണമായിട്ട് ചൊവ്വായും ഗുരുവും രവിയും കൂടെയുള്ള സർപ്പദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ആരാണത്? തീർച്ചയായിട്ടും പിന്നെ അനന്ത ഭഗവാനാണ്, അല്ലേ?
അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോന്ന് മനസ്സിലാക്കുക. അതുപോലെ ശനി, ഇപ്പോൾ അടുത്ത നക്ഷത്രമായിട്ടുള്ള ശനിക്ക് വന്നിട്ട് പിന്നെ അപ്പം വിശാഖ നക്ഷത്രത്തിന് പിന്നെ സർപ്പം ഗുരു, അതിൻ്റെ DNA സർപ്പമാണ്. അപ്പം ഗുരു കുജൻ. അതുപോലെ തന്നെ പിന്നെ അനിഴ നക്ഷത്രത്തിന് ശനി സൂര്യൻ കുജൻ. എന്താണ് കാരണം? അനിഴ നക്ഷത്രത്തിന് അധിപൻ വന്ന് ശനിയാണ്, പിന്നെ സൂര്യനാണ് അതിൻ്റെ DNA. അതുകൊണ്ട് അപ്പോൾ ഭദ്രകാളി അമ്മയെ നമുക്ക് പൂജിക്കാം. ഭദ്രകാളി അമ്മയുടെ അല്ലെങ്കിൽ അതിൻ്റെ സംയുക്തുക്കൾ നമ്മൾ ദാനം ചെയ്യാം. അതുപോലെ പിന്നെ ബുധനും ചന്ദ്രനും കുജനുമാണ് കേട്ടയ്ക്ക്. മാതങ്കി ദേവിയെ പൂജിക്കാം. മാതങ്കി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ ഇതാണ്. കാരണം ബുധൻ്റെ ആണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. കുജൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ നമുക്ക് മാതങ്കി ദേവിയെ ഭദ്രകാളിയുടെ ഒരു അംശമാണ്. അങ്ങനെ ജീവിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ സംയുക്തുക്കൾ ദാനം ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ പൊതുവെ തൃക്കേട്ട ഈ വിശാഖം നക്ഷത്രം, വിശാഖൻ രാശി നമുക്ക് ഈ ഒരു കാലത്ത് വളരെ വളരെ പ്രയോജനപ്പെടും. വളരെ വളരെ പിന്നെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ ലൈക്കും എനിക്ക് വളരെ പ്രയോജനമുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ജാതകം എടുക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ തിരിച്ച് വിളിച്ച് നമുക്കതിനെപ്പറ്റിയുള്ള ഒരു തീരുമാനത്തിലെത്താം. അപ്പം നമസ്കാരം.